അമ്മ എന്ന രണ്ടക്ഷരത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്നേഹവും ത്യാഗവും കരുതലും ഒളിഞ്ഞിരിക്കുന്നു. എനിക്കറിയാം, കുറച്ചു വാക്കുകൾ കൊണ്ട് മാത്രം ആ ദിവ്യ സ്നേഹത്തെ പിഴുതെടുക്കാൻ സാധ്യമല്ല. എങ്കിലും ഞാൻ പറയുന്നു, ഞങ്ങളുടെ ലോകം അമ്മ തന്നെയാണ്. ഞങ്ങൾക്കിരുവർക്കും അമ്മ നൽകിയിട്ടുള്ള സ്നേഹവും സംരക്ഷണവുമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യധനം. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മക്കൾക്കും കരുതൽ കൊടുത്ത ഹൃദയത്തിൻ്റെ മറ്റൊരു പേര് അമ്മ. ആ സ്നേഹത്തിന് പരിധിയും പരിമിതിയും ഇല്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അവരോടും അവർക്ക് തിരിച്ചും അമ്മയോടുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന ഔദ്യോഗിക ജീവിതത്തിന് ഇന്ന് ഇവിടെ വിരാമമിടുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ലോകം ഉദിച്ചെടുത്ത അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും ആടിയും പാടിയും അവർക്ക് അന്നം മൂട്ടിയും താരാട്ട് പാടിയും ഒരുപാട് പിഞ്ചു മനസ്സുകളിൽ അവരുടെ പ്രിയപ്പെട്ട ടീച്ചറായ നിമിഷം. കോവിഡിൻ്റെ കാലത്ത് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നാളുകളും ഇന്ന് ഞാൻ ഭയത്തോടെ സ്മരിക്കുന്നു. അങ്ങനെ സമൂഹത്തിലെയും യഥാർത്ഥ പോരാളിയായി ജീവിച്ച നാൾവഴികൾ. കണ്ണീർ കടലായി നിലവിളിച്ചെത്തുന്ന കുഞ്ഞുമക്കൾക്ക് അംഗൻവാടി പിന്നീട് ഒരു പ്രിയപ്പെട്ട ഇടമായി മാറുന്നതിൽ ഉള്ള അമ്മയുടെ മാജിക് എൻ്റെ മക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുരക്ഷിതമായ കൈകളിൽ എൻ്റെ മക്കളെ ഏൽപ്പിച്ച് എൻ്റെ ധൈര്യമാണ് ഇന്നൊരു അധ്യാപികയായി എന്നെയും നിലനിർത്തുന്നത്. ആ സ്നേഹശാസനകളും പരിശീലനവുമാണ് ഇന്ന് അവർക്കൊപ്പം ഞങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്ക് ഒരു അംഗനവാടി ടീച്ചർ എന്നത് ഉച്ചഭക്ഷണം കൊടുക്കുന്ന, പാട്ട് പാടിക്കൊടുക്കുന്ന ഒരു ജോലി മാത്രമാണ്. ഒരു സമൂഹത്തിൽ അവരുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് എൻ്റെ അമ്മയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ നടത്തുന്ന കണക്കെടുപ്പുകൾ, എല്ലാ ദിവസവും വീടുകളിൽ കയറിയിറങ്ങി കുട്ടികളുടെയും വയോജനങ്ങളുടെയും ഗർഭിണികളുടെയും വിവരശേഖരണം, കോവിഡ് കാലത്ത് പോലും വീടുകളെല്ലാം അടഞ്ഞു കിടന്നപ്പോഴും വിശ്രമമില്ലാതെ ഈ ജോലികൾ നിറവേറ്റിയ അംഗനവാടി ടീച്ചറായ അമ്മയുടെ ത്യാഗം, വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളും സ്വന്തം കുടുംബവും താളം തെറ്റാതെ കൊണ്ടുപോയിരുന്ന അമ്മയുടെ ചുറുചുറുക്ക്, ഇതെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കുന്നുകൂടി കിടക്കുന്ന എഴുത്തുപണികളെല്ലാം മുഷിപ്പില്ലാതെ ചെയ്യുന്ന അമ്മയെ കണ്ട് ദീർഘനിശ്വാസം വിട്ട നാളുകൾ. അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത എൻ്റെ അമ്മയുടെ ഔദ്യോഗിക വിശ്രമം ഇന്ന് തുടങ്ങുന്നു. ഇനി ഞങ്ങളുടെ മാത്രം അമ്മ.